The branding of PMAY urban. PMAY urban അതാ ഉദ്ദേശിച്ചത്. It will be affect dignity of certain person. ഈ ആവശ്യമില്ലാത്തടത്തൊക്കെ ബി ഒക്കെ ചേർക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇറ്റ് വിൽ ബി അഫക്റ്റ്. ഇറ്റ് വിൽ അഫക്റ്റ് എന്നങ്ങ് പറഞ്ഞാൽ പോരെ. ഇങ്ങനത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയാവോ? കയ്യിലുള്ള വാക്കുകൾ എല്ലായിടത്തും അങ്ങ് ചെലവാക്കിയേക്കും. എന്താടാ പുച്ഛിച്ചൊരു ചിരി? So that beneficiary, that particular beneficiary. ആ റിപ്പോർട്ടർ ഇടയ്ക്ക് സഹായിച്ചു. ഈ PMAY പദ്ധതി വന്നാൽ അത് മനുഷ്യരുടെ ഡിഗ്നിറ്റിയെ ബാധിക്കും. അതിനുവേണ്ടി ലോങ് സ്റ്റാൻഡിങ് ഫൈറ്റ് ആണ്. കുറേ നാളുകളായിട്ട് നീണ്ടു നിൽക്കുന്ന യുദ്ധമാണ് ഈ കഴിഞ്ഞ സർക്കാർ നടത്തിക്കൊണ്ടിരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അണ്ണൻ പറയാൻ ശ്രമിക്കുന്നത്. പച്ച മലയാളത്തിൽ അങ്ങ് പറഞ്ഞാൽ പോരെ. ആ റിപ്പോർട്ടറിന്റെ കാര്യം മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹം ഇടയ്ക്ക് സഹായിക്കുന്നുണ്ട്. But one thing, Yasista came in on the landfall. So it will affect his or her dignity and dignity of life. It will affect his or her. It will affect their dignity എന്നങ്ങ് പറഞ്ഞാൽ മതി. കയ്യിലിരിപ്പുണ്ട് ഒരു ഹിസും ഹെറും, അത് അവിടെ ശ്രദ്ധിക്കണം. ഡെയിലിയാടി ഇവന്റെ അടുത്ത് തന്നെ വന്നത് വിട്ടിത്തായി പോയല്ലോ. So it's സോയും ഗ്യാനും ഒക്കെ ഉള്ളത് കൊണ്ട് ജീവിച്ചു പോകുന്നു. Biodical Ministry University of Civil Technical Panchayat election first taken. Definitely it's a violation of fundamental rights of our constitution. Which are the fundamental rights of our constitution, അണ്ണ? എന്തൊക്കെയാ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ്? അതും കൂടെ പറഞ്ഞിട്ട് പോകും. ഇത് വയലേഷൻ ആണെന്ന് പറയുന്നുണ്ടല്ലോ. PMAY പദ്ധതി പ്രകാരം കൊടുക്കുന്ന വീടുകളുടെ മുന്നിൽ ആ പദ്ധതിയുടെ ലോഗോ വെച്ചാൽ അത് എന്തോ ഒരു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ റൈറ്റ്സിന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷൻ ആവുമെന്നാണ് അണ്ണൻ പറയുന്നത്. അപ്പൊ ബാക്കിയുള്ള റൈറ്റ്സ് ഏതൊക്കെയാണെന്നൊന്ന് പറ. എങ്ങനെയാണ് ഇത് വയലേഷൻ ആകുന്നത് എന്ന് കൂടി പറ. പക്ഷെ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിരിയാ. ആ കാര്യത്തിൽ താൻ എന്നോട് വാദിക്കണ്ട. So it is highly condemnable. കണ്ടംനബിൾ എന്ന് എഴുതുമെങ്കിലും കണ്ടമബിൾ എന്നേ അത് വായിക്കുള്ളണ്ണ. എൻ സൈലന്റാ. കുറച്ചു നേരം സൈലന്റ് ആയിട്ടിരി. Correct. Okay. So we will raise the issue in a loud manner. We will raise the issue in a loud manner. ഞങ്ങൾ ഉച്ചത്തിൽ ഇതിനെതിരെ പ്രതിഷേധിക്കും, ഇതിനെതിരെ പ്രതികരിക്കും എന്നൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ മലയാളത്തിലാണ് പറയുന്നതെങ്കിൽ അത് ഇംഗ്ലീഷിലോട്ടാക്കി ഇന്ന സ്റ്റേറ്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട്, ഇന്ന പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ന MP അല്ലെങ്കിൽ ഇന്ന മന്ത്രി ഈ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന രീതിയിൽ അവർക്ക് വേണ്ട ഭാഷയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തോളും. പിന്നെ നിങ്ങൾ എന്തിനായി കിടന്ന് ബുദ്ധിമുട്ടുന്നത്? ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നിനക്ക് വെള്ളിയേ കിട്ടുള്ളൂ. Thank you.